നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരള പോലീസിൽ നിരവധി കലാകാരന്മാരുണ്ട്. അത് ADGP S ശ്രീജിത്ത് IPS മുതൽ സാധാരണ പോലീസ് കോൺസ്റ്റബിൾ വരെ. അതുപോലെ തന്നെ പോലീസിൽ ധാരാളം ക്രിമിനലുകളുമുണ്ട്. പോലീസിലെ വിവരമില്ലാത്തവരുടെ ഒരു ക്രൂര വിനോദമായി മാറിയിരിക്കുന്നു ക്ഷേത്ര ഉത്സവങ്ങളെ തകർക്കുക എന്നത്. അതിൻ്റെ അവസാന ഇരയായിരുന്നു ഗംഗമോൾ. ദൈവം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച കലാകാരിയാണ് ഗംഗ. ഗംഗയുടെ വിരലുകളിൽ കലയുടെ ദൈവസ്പർശമുണ്ട്. കേരളത്തിലെ തെക്ക് വടക്ക് മുഴുവനുള്ള ഉത്സവ വേദികളിലും ഗംഗമോൾ വയലിൻ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സംഗീത പരിപാടി ഒരിക്കലും അവസാനിക്കല്ലേ എന്ന് നമ്മൾ അത് കേൾക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും. ഒരു ക്ഷേത്രോത്സവ പരിപാടിക്കിടയിൽ ഗംഗയുടെ സംഗീത പരിപാടി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഹൈക്കോടതി ഉത്തരവിന്റെ പേരിൽ ആ സംഗീത പരിപാടി തകർത്തു കളഞ്ഞു കേരള പോലീസിലെ കലാബോധമില്ലാത്ത ക്രിമിനൽ മൈൻഡുള്ള ക്രൂരന്മാരായ ചില പോലീസുകാർ. വേദി മുഴുവൻ ഇരുട്ടിലായപ്പോൾ തൻ്റെ വിരലിലൂടെ ഉതിർന്ന സംഗീതം പെട്ടെന്ന് നിലച്ചപ്പോൾ വല്ലാതെ പകച്ചുപോയി ആ മോൾ. പോലീസ് ഫീസ് ഊരിയതാണ് എന്നറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിലെ ഭയം കേരളത്തിൻ്റെ കലാഹൃദയത്തിൻ്റെ ഭയമായി മാറി. ഉത്സവ ഇടങ്ങളിലെ ഒരു സംഗീത പരിപാടിയോ നാടകമോ നിർത്തിക്കാനോ തകർക്കാനോ കോടതി ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല. രാത്രി 10 മണി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദം പാടില്ല എന്നതാണ് ഉത്തരവ്. ഇനി സ്ഥലം ISHO ഉത്തരവാദിത്വത്തോടെ ഇവിടം ഉത്സവ പ്രദേശമാക്കി പ്രഖ്യാപിച്ചാൽ രാത്രി 12 മണി വരെ ശബ്ദമാകാം. അതായത് ശബ്ദം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നതാണ് നിയമം. പക്ഷെ ഇല്ലാത്തൊരു നിയമത്തിന്റെ പേരിൽ എത്രയധികം ക്ഷേത്രോത്സവങ്ങൾ ഈ പോലീസുകാർ തകർത്ത് തരിപ്പണമാക്കി. നാടകങ്ങൾ അവസാനിക്കാൻ കേവലം 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഫീസ് ഊരുക. സംഗീത നൃത്ത പരിപാടികൾ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് സംഘം എത്തി ഈ പരിപാടി നിർത്തിക്കുക. പിന്നെ ഗാനമേള നടക്കുകയാണെങ്കിൽ പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് വരുന്ന കലാകാരന്മാരുടെ കുടുംബങ്ങളെ പട്ടിണിയാക്കുകയാണ് ഈ പോലീസ് അഹന്ത. മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവ ദിനം ക്ഷേത്ര ആചാരങ്ങൾ കഴിയുമ്പോൾ രാത്രി 9 മണിയാകും. പിന്നീട് 1 മണിക്കൂർ മാത്രമുള്ള എന്ത് കലാപരിപാടി നടത്താനാണ്? ഇതൊക്കെ ഓരോ പോലീസുകാർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ പരിപാടി നിർത്തിച്ചാൽ പിന്നെ പോലീസിന് തലവേദനയില്ല, ജോലിയുമില്ല. ഇതിനിടയിൽ ഈശ്വരവിശ്വാസികളല്ലാത്ത ക്ഷേത്ര ആചാരങ്ങൾ തകർക്കണമെന്ന് കൃത്യമായി അജണ്ടയുള്ള ചില ഏമാന്മാർക്കാണ് ഈ ഫീസൂരൽ ക്രിമികടി കൂടുതലുള്ളത്. പോലീസ് യൂണിഫോം ധരിച്ച് ഒരു നാടിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക സംഗമമായ ഉത്സവങ്ങൾ മുൻപിൽ നിന്ന് നിയന്ത്രിച്ച് ഭംഗിയാക്കുന്നതിന് പകരം ഉത്സവം തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ക്രൂര മനസ്സ് ഇനിയെങ്കിലും പോലീസ് അവസാനിപ്പിക്കണം. വേദികളിൽ കലാകാരന്മാർ സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ ആടട്ടെ, പാടട്ടെ. അത് ആസ്വദിക്കാൻ എത്തുന്നവരും കുറെയൊക്കെ അതിൽ പങ്കാളികളാകട്ടെ. അല്ലാതെ ക്ഷേത്രോത്സവങ്ങളെ തകർക്കാൻ വേണ്ടി, കലാകാരന്മാരുടെ വയറ്റത്തടിക്കാൻ വേണ്ടി ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് വാങ്ങിയ പോലീസ് വാഹനത്തിലെത്തി ഒരു മര്യാദയുമില്ലാതെ ആയിരക്കണക്കിന് ജനങ്ങളുള്ള ഉത്സവ പറമ്പുകളെ ഇരുട്ടിലാക്കി മാറ്റി ജനത്തെ ലാത്തി കൊണ്ട് തല്ലി ഓടിക്കാൻ ഇത് അടിയന്തരാവസ്ഥ കാലമൊന്നുമല്ലെന്ന് പോലീസിലെ ചില പുഴുക്കുത്തുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്.